ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സുഹൈൽ. വെൽക്കം ടു മൈ ചാനൽ MSP ക്രിയേഷൻ. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ബിനോമോയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഓൾറെഡി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഡെപ്പോസിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡുകളുണ്ട്. നമുക്ക് മാസ്റ്റർ കാർഡ് യൂസ് ചെയ്യാം, വിസ കാർഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ paytm യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് മാസ്റ്റർ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. സ്റ്റാൻഡേർഡ് പ്ലാന് 3000 ഉണ്ട്, അതുപോലെ തന്നെ 2000 ഉണ്ട്, 1000 ഉണ്ട്, അതുപോലെ തന്നെ 900 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 500 ആണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഡെപ്പോസിറ്റ് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും 5 യൂറോ എന്നിവിടെ കാണാൻ കഴിയും. നമ്മൾ കൊടുത്ത പേയ്മെൻറ്റിനുള്ള 500ൻ്റെ ഈക്വൽ എമൗണ്ട് ഇവിടെ വരും. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ കാർഡ് ഹോൾഡറുടെ നെയിം, അതുപോലെ തന്നെ കാർഡ് നമ്പർ, VVC നമ്പർ, ഓക്കെ, അതുപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു OTP കോഡ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ OTP അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ OTP അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ വാസ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും NRI 500 രൂപ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലവർക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിൽ എറർ വരാറുണ്ട്, നമ്മളുടെ ഫെയിൽ ആവാറുണ്ട്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഇൻ്റർനാഷണൽ എനേബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ എനേബിൾ എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ഇടാവുന്നതാണ്. ഓക്കെ, അതല്ല എങ്കിൽ നമുക്കിത് ഫെയിൽഡ് ആവും. കാരണം ഞാൻ ഫസ്റ്റ് ടൈമിൽ ട്രൈ ചെയ്തപ്പോൾ ഫെയിൽഡായി. വീണ്ടും ഞാനിത് ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇൻ്റർനാഷണൽ എനേബിൾ കൊടുത്തത് കൊണ്ടാണ് എനിക്കിവിടെ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ എനേബിൾ ആയിരിക്കണം, അതല്ലെങ്കിൽ നമുക്കിതിൽ ഡെപ്പോസിറ്റ് കഴിയാൻ പറ്റില്ല. ഓക്കെ, ഇനി സ്റ്റാർട്ട് ട്രേഡിംഗ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ റിയൽ അക്കൗണ്ടിൽ ഇപ്പോൾ 500 എന്ന് കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നൗ യൂസിങ് യുവർ റിയൽ അക്കൗണ്ട് ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് നമ്മുടെ റിയൽ അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബിനോമോയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.